എയർപോർട്ടിലെത്തി. അത് കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഇരുന്ന് 2 ഫോട്ടോ ഒക്കെ എടുത്ത് പതുക്കെ ഇനിയിപ്പം എൻ്റെ ഗേറ്റിലോട്ട് പോകാൻ നിൽക്കുക. ദുബായി പോയി ഇറങ്ങി. ഇത് നൈന ആൻഡ് നിസു കസിൻസാണ്. ഞങ്ങൾ രാവിലെ അവരെന്നെ വന്ന് പിക്ക് ചെയ്തത്, ജയാൻറ്റി അവരുടെ അമ്മ. അങ്ങനെ ഞങ്ങൾ രാവിലെ റെഡിയൊക്കെ ആയി പതുക്കെ ഒരു മോളിൽ കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാണ്ടായിരുന്നു, സ്കൂൾ ഫ്രണ്ട്സിനെ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇങ്ങനെ ചുമ്മാ ഒത്തിരി സ്റ്റാറ്റസിലൊക്കെ തള്ളാൻ വേണ്ടി എടുക്കുന്ന പിക്ചേഴ്സ് അതൊക്കെ. അങ്ങനെ രസമായിരുന്നു അവരുടെ കൂടെ. ഒരു ഫുൾ ഡേ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാനും ദുബായിൽ ട്രാവൽ ചെയ്യാറുണ്ടെങ്കിലും ഇറങ്ങിയിട്ട് ഒത്തിരി നാളായിരുന്നു. ഇതാണ് അവിടെ ഒരു മോളിൽ എൻ്റെ സ്കൂളിൽ പഠിച്ച കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ അവർ താമസിക്കുന്നവരാണ്. അങ്ങനെ അവരെയൊക്കെ മീറ്റ് ചെയ്തു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെയാണ് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബാംഗ്ലൂർ എത്തി കേട്ടോ. ഇത് ബാംഗ്ലൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവ്. ഇത് നോയൽ കുട്ടി, അവന് സ്റ്റഡി ലീവായിരുന്നു. അപ്പം ഞാൻ അവനും കൂടിയുള്ള കുറച്ച് ഇതാണ്. പിന്നെ ഇതെൻ്റെ കോളേജിലെ കുറച്ച് ഫ്രണ്ട്സിനെ ബാംഗ്ലൂർ മീറ്റ് ചെയ്തായിരുന്നു. ജോലി ചേച്ചി, റോസ്, പ്രീതി, അവരെ 3 ഇതാണ് നമ്മുടെ ഗ്യാങ്. അവരൊക്കെ ഇങ്ങനെ പല സ്ഥലത്തുനിന്നും വന്നിട്ട് നമ്മളൊരു മിഡ് ഒരു സ്ഥലത്ത് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് 10-20 വർഷമായി ജോലി ചേച്ചിനെയൊക്കെ കണ്ടിട്ട്. ഷേക്ക് മേടിച്ചു. അന്ന് ഭക്ഷണം സത്യം പറഞ്ഞാൽ വലിയ മെച്ചം ഉണ്ടായിരുന്നില്ല. എന്നാലും പിന്നെ നമ്മൾ ഭക്ഷണമല്ലല്ലോ മെയിൻ അട്രാക്ഷൻ. അങ്ങനെ ഇതും ആസ് യൂഷ്വൽ സ്റ്റാറ്റസിൽ തള്ളാനും ഇൻസ്റ്റാഗ്രാമിൽ തള്ളാനും ഒക്കെ ഏറ്റെടുത്ത കുറേ ഫോട്ടോസാണ്. അങ്ങനെ ഞങ്ങളവിടെ കുത്തിയിരുന്ന് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്നു. നല്ല രസമായിരുന്നു. നല്ല റിഫ്രഷായി ഇവരെയൊക്കെ കണ്ടു വന്നപ്പോഴത്തേനും. അങ്ങനെ എനിക്കാണ് കുറച്ച് റിപ്പീറ്റും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിങ്ങനെ വലുപ്പമായിട്ട് കിട്ടിയതാണ് ഫോട്ടോസൊക്കെ. ഇത് നമ്മൾ ഭക്ഷണം കഴിച്ചത് മറ്റേ ചിക്കൻ കട്ട്ലേറ്റൊക്കെ വലിയ മെച്ചം ഉണ്ടായില്ല. എങ്കിലും എല്ലാം കഴിച്ചു കൊടുത്തു. നമ്മളല്ലേ, ഒന്നും വേസ്റ്റ് ചെയ്യില്ല. സമൂസ അങ്ങനെയൊക്കെ. അന്ന് ഈവനിങ് ഫുള്ളും അവരുടെ കൂടെ ആയിരുന്നു. ഇത് നമ്മളൊരു ഷോപ്പിംഗ് മോളിൽ കയറി ഒരു 3-4 പ്രാവശ്യം അതിനകത്തോട്ട് കയറുകയും വരികയൊക്കെ ചെയ്തു ബാത്റൂം ഉപയോഗിക്കാൻ വേണ്ടി. 5 പൈസയ്ക്കൊന്നും വാങ്ങിയില്ലെന്ന് മാത്രം. ഇത് നമ്മുടെ പഴയൊരു ഫോട്ടോ. അതിനകത്ത് ഞങ്ങൾ ഇതിനകത്ത് റോസില്ല, പക്ഷെ പിങ്കിയുണ്ട് പഴയ പിക്ചറിലെ. ഇത് കഴിഞ്ഞ് ഇവിടത്ത് കഴിച്ചൊന്നും പോരാണ്ട് ഞങ്ങൾ പിന്നെ റോഡ് സൈഡിൽ പോയി അവിടെ നിന്ന് ചായയൊക്കെ മേടിച്ച് കുടിച്ചു, ബോണ്ടയൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെയും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് മെമ്മറികളായവർക്ക് വേണ്ടിയിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അവിടെ ബാംഗ്ലൂർ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വൈകുന്നേരം ഒരു ഊബർ വിളിച്ച് അങ്ങനെയാണ് ഇവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി. അത് പിറ്റേ ദിവസം. അപ്പോൾ ഇതാണ് ദിവ്യ, മൈക്കുരിക്ക് വനിത. ഇത് ഞങ്ങൾ 2 കൂടെ അവിടെ ഇങ്ങനെ അടുത്ത് ഷോപ്പിങ്ങിനെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. പിന്നെ പാരഗൺ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വന്നു. ഇത് സോണിയ, ദിവ്യയുടെ കസിന. മനോജേട്ടൻ, നോയൽ, സോണിയ, ഞാൻ, ദിവ്യ. ഇതാണ് എൻ്റെ ഓട്ടോറിക്ഷ ഡ്രൈവ്. ആദ്യത്തെ ദിവസം ഞാനൊരു ബ്യൂട്ടി പാർലറിൽ പോയായിരുന്നു അവിടെ. അപ്പം അങ്ങനെ ഇത് നോയിലും ഒക്കെ കൂടെ അവിടെ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്ന. നമ്മൾ ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു പിക്ചറാണ്. നീലിപ്പം ഇല്ല നമ്മുടെ കൂടെ. ഇതങ്ങനെ എന്തോ പഴയ ഫോട്ടോ ഇങ്ങനെ മാനേജറിനെ ഷെയർ ചെയ്തപ്പം വന്നതാണ്. ഇത് 2023 മംഗലാപുരത്ത് വെച്ചിട്ട് എടുത്തതാണ്. വിഷമമാണ് അവനെ കാണുമ്പം. പാവം. ഇത് ഞങ്ങൾ ബൺ മസ്ക കഴിക്കാൻ, ഇത് ബാംഗ്ലൂർ ഒരു കഫേയിൽ പോയിട്ട് ബൺ മസ്ക, അവിടുത്തെ ഭയങ്കര പോപ്പുലറാണെന്നൊക്കെ പറഞ്ഞിട്ട്
അങ്ങനെ പിന്നെ ഇത് ആസ് യൂഷ്വൽ വഴിവെക്കൽ ചായ. പിന്നെ ഇത് വേറൊരു ദിവസം നമ്മൾ ഫിൽറ്റർ കോഫി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയതാണ്. വീണ്ടും ബൺമസ്ക. ഞാൻ പിന്നെ തിരിച്ച് നാട്ടിലോട്ട് വന്ദേഭാരതത്തിന് വന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് നേരെ ആളൂർ വന്ന് അവിടെ നിന്ന് തന്നെ പുത്തുമേലിക്കര പോയി. അവിടെ പെരുന്നാളായിരുന്നു. ഇതെൻ്റെ പെരുന്നാൾ കോസ്റ്റ്യൂം. അവിടെ കപ്പലയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പിക്ചറാണ്. ഒത്തിരി നാളായി പുത്തുമേലിക്കര പെരുന്നാളുകളെ കൂടിയിട്ട് ഒത്തിരി നാളായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഞാൻ വെള്ളിയാഴ്ച വന്നന്ന് തന്നെ ഞാൻ പോയി. അത് കഴിഞ്ഞ് എനിക്കൊരു കുട പിടിക്കാൻ തന്നു. അതൊക്കെ പിടിച്ച് ഇത് പള്ളിയിലത്തെ പിക്ചറ്. അങ്ങനെ സാറ്റർഡേ ഫുള്ള് പ്രദക്ഷിണമൊക്കെ പങ്കെടുത്ത് ഒരു എന്താ പറയുക, നമുക്ക് പണ്ടൊക്കെ കുറേ ചെയ്തിട്ടുള്ള കാര്യമല്ലേ, അപ്പം ഒരു മെമ്മറി പുതുക്കുന്ന പോലെ എല്ലാവരും കുറച്ച് ആൾക്കാരൊക്കെ കണ്ടു. അങ്ങനെ അതിനകത്ത് ബാൻഡ് മേളുണ്ടായിരുന്നില്ലേ, അവർ ആരവ് മെലഡീസ് അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ ഗ്രൂപ്പിൻ്റെ പേര്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ എന്തായാലും വന്നതിന് വേണ്ടി ഒരു പെരുന്നാൾ കൂടാൻ പറ്റിയാണ്. ചുറ്റും പള്ളിയുടെ അവിടെ നിന്ന് കടവ് വരെയൊക്കെ പോയി തിരിച്ച് വന്ന് പള്ളിയിൽ പോയി. പിന്നെ പള്ളിയുടെ അവിടെ നിന്ന് ഞാൻ കപ്പലണ്ടി മേടിച്ചു, അത് കഴിച്ചു, പടക്കം പൊട്ടിക്കണമൊക്കെ കണ്ടു. അങ്ങനെ പെരുന്നാളൊക്കെ നാട്ടിൽ കേമായിരുന്നു, ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. ബാൻഡ് മേളവും ആരോ ബീറ്റ്സ്. അങ്ങനെ അവന്മാർ അതിനകത്തൊരു തടിയനുണ്ടായിരുന്നു, അവൻ ഏറ്റവും ആത്മാർത്ഥമായിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ നാട്ടിൽ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ എല്ലാം മാനേജ് ചെയ്യാനും അവരോട് മൂവ് ചെയ്യാൻ, ഇവരുടെ മുഴുവൻ വണ്ടികളുടെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വലിയ ഇഷ്യൂ അല്ല, എല്ലാം ഒരു ഓളത്തിലങ്ങ് പൊക്കോളും. നമ്മളങ്ങനെ നിന്ന് കൊടുത്താൽ മാത്രം മതി, ബാക്കിയെല്ലാം അങ്ങനെ സ്വയമേ അങ്ങ് പോയിക്കോളും. നമുക്ക് തോന്നും ഓർഗനൈസ്ഡുള്ളതെന്ന്, പക്ഷേ ആക്ച്വലി ഇതിൻ്റെ പുറകിലൊക്കെ ഒത്തിരി നടക്കുന്നുണ്ടെല്ലാം ഓർഗനൈസേഷൻ. ഇത് വെടിക്കെട്ട്. അങ്ങനെ വെടിക്കെട്ടിൻ്റെ സമയമായപ്പോഴത്തേനും അമ്മ പള്ളിയിലോട്ട് നേരെ വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അവസാനത്തെ ആശീർവാദമൊക്കെ കഴിഞ്ഞ് വെടിവെപ്പം അതൊക്കെ കണ്ട് പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ അന്ന് ഞാൻ പുത്തുമേലിക്കര പോയി ഞണ്ട് മേടിച്ചു, ഞണ്ട് കഴിച്ചു. പിന്നെ അമ്മ ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെരുന്നാളിൻ്റെ എല്ലാം ആരും ഗസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ, പിന്നെ ശീല ചേച്ചിയും. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളങ്ങനെ കഴിച്ചു കൂട്ടി. പടക്കമൊന്നും മേടിച്ചില്ല, അന്നത്തെ ഗ്യാപ്പ് കിട്ടിയില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഇതൊക്കെ കത്തിക്കാനും പിടിക്കാനും ഒക്കെ. അപ്പോൾ പിന്നെ ആരെങ്കിലുമൊക്കെ പിള്ളേരുകളും ഒക്കെ ഉണ്ടെങ്കിലല്ലേ പടക്കത്തിനൊക്കെ നമുക്കൊരു ഉഷാറുള്ളൂ. ഇത് വന്നിട്ട് പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞാൻ മമ്മീനെയും കൊണ്ട്, മമ്മിയുടെ സ്കൂൾ ഫ്രണ്ട്സിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്, അപ്പോൾ മമ്മീനെയും കൊണ്ട് ലുലുമാളിൽ പോയി. അപ്പോൾ അവരവിടെ ഗെറ്റ് ടുഗദർ ചെയ്തപ്പോൾ ഞാനും പിങ്കീരെ കണ്ട്. പിന്നെ പിങ്കി അങ്ങനെ ഞങ്ങൾ ഓടി കളിച്ച് ഇടപ്പള്ളിയിൽ തിരിച്ച് തന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. മമ്മിയുടെ ഫ്രണ്ട്സൊക്കെ പുറകിൽ ഇരിപ്പുണ്ട്. ഇത് പിറ്റേ ദിവസം ഞങ്ങൾ വീട്ടിൽ ചുമ്മായിരുന്നു. അതിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ മമ്മിയുടെ വാക്കിംഗ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഗുരുവായൂരും പിന്നെ നാലുമണിക്കാറ്റ് പിന്നെ ആനക്കൊട്ടിൽ അങ്ങനെ കുറച്ച് ഒരു ഫുൾ ഡേ പരിപാടിയായിരുന്നു. രാവിലെ 7 മണിക്ക് ട്രെയിനൊക്കെ പിടിച്ച് ഗുരുവായൂർ പോയി. അമ്പലത്തിൻ്റെ അവിടെ നമുക്ക് പോകാൻ പെർമിഷനുള്ളടത്തൊക്കെ പോയി. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ ചുറ്റുപാടിലോട്ടൊക്കെ പോകുന്നത്. രസമായിരുന്നു, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് ആനക്കൊട്ടിൽ ആനകളൊക്കെ ഉണ്ട്. ഇങ്ങനെ അതിൻ്റെയൊക്കെ അവിടെ നിന്ന് നമുക്ക് കുറേ ഫോട്ടോയും വീഡിയോയും റീലും ഒക്കെ എടുത്ത് അവരുടെ കൂട്ടത്തിൽ അങ്ങോട്ട് കൂടി രസമായിരുന്നു. റോജ ചേച്ചി, പിന്നെ ബീന, ആൻ ചേച്ചി, ഫ്ലോറിയാൻറ്റി, പിന്നെ ഫ്ലോറിയാൻറ്റിയുടെ നാത്തൂൻ റൂബി ചേച്ചി, മമ്മി, ഞാനും മമ്മിയും ഒറ്റക്കൊമ്പൻ്റെ മുമ്പിൽ നിന്നുണ്ട്. 2 ആനകൾക്കൊപ്പം ഒരാന. പിന്നെ അനില ചേച്ചി. അങ്ങനെ നല്ല വെയിലുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ എത്തുമ്പോൾ തണലായിരുന്നു കേട്ടോ. തൃശ്ശൂർ മൊത്തം നല്ല വെയിലായിരുന്നു, പക്ഷേ നമുക്കങ്ങനെ വലിയ ക്ഷീണം ഉണ്ടായില്ല. ഇവിടെ നല്ല മരങ്ങളും കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നമ്മളിതിങ്ങനെ ആറ്റിറ്റ്യൂഡ് പിക്ചർ എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. പിന്നെ ആലിൻ്റെ കീഴിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് അങ്ങനെ എടുത്തതാണ്. ഞാൻ ഇട്ടേക്കുന്ന ക്രോക്സിൻ്റെ ഒരു ചെരുപ്പ്, അത് 50% ഓഫിന് ലുലുവിൽ പോയെന്ന് പറഞ്ഞില്ലേ തിങ്കളാഴ്ച, അവിടെ നിന്ന് വാങ്ങിയതാണ്. നല്ല കംഫർട്ടബിളായിരുന്നു. ഇത് നമ്മൾ 4 മണി
കാറ്റ് അവിടെ എത്തി. അവിടെ ഇങ്ങനെ ബോട്ടിങ് പോലെ ചെറുതായിട്ട്, ബോട്ടിങ് വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. അതിൽ നല്ല ബോട്ടിങ്, അതിൽ വാല്യൂ ഫോർ മണിയും ബോട്ടിങ് വേറെ ഉണ്ടെന്നൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു. ബട്ട് ഇത് നമ്മൾ ചുമ്മാ നമ്മുടെ ബോട്ടിങ്. ഇത് ഞങ്ങൾ ഗുരുവായൂർ വന്ന് ഇറങ്ങിയപ്പം ഇവർക്ക് റീൽ എടുക്കണമെന്നും പറഞ്ഞിട്ട് ഒരു റീലൊക്കെ എടുത്ത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയേ. പോകുന്നവരോടും വെറുതെ വിടില്ലല്ലോ. അവിടെ ഒന്നും വെള്ളമൊക്കെ ആയിരുന്നു ഒന്നും. പിന്നെ ഫോട്ടോ എടുക്കുന്നു, റീലെടുക്കുന്നു, ഡാൻസ് കളിക്കുന്നു, ഇതൊക്കെ തന്നെ തൊഴിൽ. വേറെ പണിയൊന്നുമില്ലല്ലോ. നാട്ടുകാർ നോക്കുമ്പം പൂളം പറയുന്ന ചാടിപ്പോകുന്ന 5-8 എണ്ണങ്ങളുണ്ട്. ബട്ട് ഹൂ കെയർസ്, നമ്മൾ ഫൺ വേണം, അത്രയേ ഉള്ളൂ. ഒരു കല്യാണമൊക്കെ നടക്കണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ നമ്മളവിടെ ദൂരെ നിന്ന് കണ്ടു. അങ്ങനെ രസമായിരുന്നു. ഇത് ചുമ്മാ ഒരു സെൽഫി വീഡിയോ. ഓ, മമ്മി അവിടെ ഭക്തിമാർഗം പ്രാർത്ഥിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതാ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത്. ഞാനിതൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ട് ഇത്രയും അടുത്തുനിന്ന് ഇങ്ങനെ കാണണേ. അത് കഴിഞ്ഞ് ആനക്കൊട്ടിൻ്റെ അവിടെ വീണ്ടും റീൽസ്. പിന്നല്ല, ഇതിന് മാത്രം ഒരു കുറവില്ല. കളിക്കാൻ അറിയില്ലെന്നോ തടിയുണ്ടെന്നോ ഉള്ളതോ യാതൊരു വിധ അഹങ്കാരം ഞങ്ങൾക്ക് ആർക്കുമില്ല. നല്ല 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 രസമായിരുന്നു കേട്ടോ ഒരു ഫുൾ ഡേ. നമ്മളിങ്ങനെ മൈൻഡ് ഫ്രീ ആയിട്ട് ഒരേ വൈബുള്ള കുറച്ച് ആൾക്കാരുടെ കൂടെ ഇങ്ങനെ രസമായിരുന്നു. ഇത് അടുത്ത റീല് സ്റ്റെപ്പൊക്കെ അവിടെ വെച്ചിട്ട് ഇട്ടതാണ്. എനിക്ക് തോന്നുന്നു റൂബി ആൻറ്റിക്കായിരുന്നു ഇതിൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പം റൂബി ആൻറ്റിയുടെ വകയായിരുന്നു ഡയറക്ഷനൊക്കെ. അടുത്ത ആൾ വരുന്നു, അനില ആൻറ്റി. Where's Rohan? Rohan has gone to light. Where? Light. What's light? What's he doing light? Watching a movie. Is it a cinema? Yeah. Have we dropped him there? Yeah. Okay. ഇതേ വീണ്ടും റീൽസ്. അതിൻ്റെ ഇടയിൽ ആര് വന്നിട്ട് ഞാനിവിടെ ഒരു സെൻറ്ററിൽ വന്നേക്കുവാണ്. മിക്കവാറും എനിക്ക് ഇത് കിട്ടാവോ, പാട്ട് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. What's he talking? What's that? ഓ, ഇതോ മമ്മി വീഡിയോ പിടിക്കുക. വീഡിയോ ഉണ്ടല്ലോ, വോയിസ് ഓവർ എടുക്കുക. എന്താണാവോ? അത് ആൻറ്റിമാര്, അമ്മാമ്മ, മോനിയമ്മാമയും മോനിയമ്മാമ്മയുടെ ഫ്രണ്ട്സും. കണ്ടോ ഇത് ബോട്ടിങ്ങിന് പോയത്. നല്ല വീഡിയോയിലൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഒട്ടും ആൾത്തിരക്കൊന്നും ഉണ്ടായില്ല. ഭയങ്കര അൺഎക്സ്പ്ലോർഡ് ലൊക്കേഷൻ പോലെയായിരുന്നു. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ബസ് പിടിച്ച് ചാവക്കാട് വന്നു, അവിടെ നിന്ന് ഓട്ടോ വിളിച്ചു. ഇത് പിന്നെ വെള്ളിയാഴ്ച വൈകിട്ട് നമ്മൾ തലവലപ്പറമ്പ് പോയി. അവിടെയാണ് നീലിൻ്റെ ഓർമ്മ ദിവസമായിരുന്നു, ശനിയാഴ്ച. അപ്പം നത്താശയും കൊച്ചും അങ്ങനെ വന്നത് ദിവ്യനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെറിയൊരു ഫംഗ്ഷനായിരുന്നു. ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ നത്താശൊന്നും വിളിച്ചിട്ടൊന്നുമല്ല, അങ്ങനെ ദിവ്യനെ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ലേ എപ്പോഴും വേണ്ടപ്പെട്ടവർ. നമ്മൾ വിളിച്ചില്ലെങ്കിലും ഓടി എത്തില്ലേ നമുക്കൊരാവശ്യം. ഒരു അവളെ കൊച്ചിനെയും കൊണ്ട് പാവം ഊബറൊക്കെ വിളിച്ച് അങ്ങനെ വന്നത്. ഇത് ഞാനും മമ്മിയും കൂടെ തിരിച്ചു പോകുമ്പോഴാണ്. അപ്പോഴേക്കും നമ്മൾ ജനറലിരുന്നല്ലേ പോകുന്നത്, പട്ടിയായി. ഇത് നത്താശയുടെ വാവ എസക്കിയേൽ. അവൻ എന്നെയൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു നത്താശയുടെയൊക്കെ ഒരു ചായ തോന്നിച്ചിട്ടുണ്ടാവും. അപ്പം അവൻ വേഗം വന്നു ഞങ്ങളുടെ ഒപ്പത്തെ. ഇത് മമ്മിയുടെ ഇവിടെ നിൽക്കണു. തത്തമ്മേനെ കാണിക്കാൻ കൊണ്ടുപോയത്. ബൊബ്ബോനെ കാണിച്ചു, തത്തമ്മേനെ കാണിച്ചു. ഇത് മനോജേട്ടൻ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി തിരിച്ച് ഇരിഞ്ഞാലക്കുട വന്നിറങ്ങി. പിറവം റോഡ് സ്റ്റേഷനിൽ നിന്നാണ്. ഇത് നീലിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഇത് വീണ്ടും കയറി വന്നതാണെന്ന് തോന്നുന്നു. 2023 ബാംഗ്ലൂർ വെച്ചിട്ട് ഞങ്ങളൊന്നിച്ച്. അന്ന് അസുഖമൊക്കെ അവന് മാറിയതാണ്. പിന്നെ വീണ്ടും വന്നു 2025 ആയപ്പം. പിന്നെ നമുക്ക് കിട്ടിയില്ല അവനെ. ഒരുപാട് ട്രൈ ചെയ്തു. വെല്ലൂർ വെച്ചിട്ടായിരുന്നു ലാസ്റ്റ് ഡേയ്സ്. ട്രാൻസ്പ്ലാന്റൊക്കെ ചെയ്തു. ലുക്കീമിയ ആയിരുന്നു അവന്. അത് മുഴുവൻ മാറി. അവസാനം ന്യൂമോണിയ വന്നിട്ടാണ് മരിച്ചത്. February 14th ഇപ്പോൾ 1 വർഷമായി. അങ്ങനെ
അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ തിരിച്ച് വന്നത്. അപ്പം ദുബായിലിരിക്കുമ്പോഴും എനിക്ക് അങ്ങനെ വീട്ടിലോട്ട് അത്യാവശ്യമായിട്ട് വരണമെന്നുള്ള ഒരു ഇതൊന്നും തോന്നിയില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇവന്മാരുടെ ഫോട്ടോ ഒക്കെ പിന്നെ ജസ്റ്റിലിട്ട് തന്നു കഴിഞ്ഞപ്പം അയ്യോ പാവം, ഇത് ഞാൻ എത്താറായി. ഇതാണ് ഗുരുവായൂരിൽ നിന്ന് വാങ്ങിയൊരു ഇത്. അത് ഞാനിവിടെ ലണ്ടനിലെ വീട്ടിൽ വന്നിട്ട് ഇട്ടതാണ്. ഇത് നമ്മുടെ 4 മണിക്കാറ്റിൽ ഊഞ്ഞാലുകളാടുന്നത്, അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. അത് വീണ്ടും അത് കയറി വന്നതാണെന്ന് തോന്നുന്നു. ഞാനും ഈ പറഞ്ഞ പോലെ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചു വരുന്നുള്ളത്, എങ്ങനെ ഷഫിൾ ചെയ്യാമെന്നൊന്നും എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ഈ വീഡിയോയും ഫോട്ടോയും എല്ലാം കൂടെ ആകെ കൺഫ്യൂസിങ് ആണ്. എനിവേ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സഹിക്കും കേട്ടോ. ഇത് ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ വീട്ടിനകത്ത് വിളിച്ച് നിന്നപ്പം ആരവിൻ്റെ അടുത്ത് മമ്മി വന്നില്ല, പെട്ടി വേറൊരു മലയാളി അങ്കിളുടെ അടുത്ത് കൊടുത്തു വിട്ടു എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച്. അപ്പോൾ അവൻ ഇത്തിരിയൊക്കെ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും എന്നെ കണ്ടു. അങ്ങനെ അവൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ തിരിച്ച് വന്നപ്പം ജസ്റ്റിൽ 2 ആഴ്ച സത്യം പറഞ്ഞാൽ നല്ല പണിയായിരുന്നു. ഉമ്മാരെ മേയ്ക്കണമല്ലോ, പിന്നെ ഇതുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കൽ, അത് ഇത് സ്കൂളിൽ വിടൽ പറഞ്ഞു വിടൽ എല്ലാം കൂടെ ആകുമ്പോഴേക്കും ഒരുവിധം നല്ല ഇതാണ്, തിരക്കായിരുന്നു. പിന്നെ വീടൊക്കെ നല്ല മെസ്സായിരുന്നു. ഭാഗ്യത്തിന് പിറ്റേ ദിവസം തന്നെ എൻ്റെ ക്ലീൻ ചെയ്യുന്ന ചേച്ചീനെ കിട്ടി. എന്നിട്ട് വീടൊക്കെ ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ടെല്ലാം ശരിയാക്കി എടുത്തു. ഞാൻ പോകുന്നതിന് മുമ്പ് കുറേ പണികൾ ഇങ്ങനെ ചെയ്ത് വെച്ച് പോയിട്ടുണ്ടായിരുന്നേ. ലൈക്ക് അതെ ആരവനെ കണ്ടതിൻ്റെ അയ്യടാ രോഹനും ആരവൻ, അത്രയേ ഉള്ളൂ ഹോളിഡേ.